നമ്മുടെ കുഞ്ഞു വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ചിലപ്പോൾ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടായിരിക്കണം കാറ്റും വെളിച്ചമൊക്കെ തട്ടുമ്പോൾ നല്ല സുഖം. നമ്മൾ മാത്രമല്ല, നമ്മുടെ നൈബേഴ്സൊക്കെ വന്ന് ഇരിക്കാറുണ്ട് ഇവിടെ. കുറേ പേര് വന്ന് കിടന്ന് ഉറങ്ങാറുണ്ട് ഉച്ചയ്ക്ക്. ഞാനപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഏട്ടൻ്റെ ഒരു ആത്മാവ് ഇരിക്കുന്നത് ഈ ഒരു ടേബിളാണ്. വർഷങ്ങളായിട്ട് ഏട്ടൻ യൂസ് ചെയ്തിരുന്നൊരു ടേബിളാണ്. നമുക്കൊരു കുട്ടി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അന്നൊക്കെ യൂസ് ചെയ്തിരുന്ന ടേബിൾ ഇപ്പോൾ തുരുമ്പിടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ ഏട്ടൻ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. കഥയും സ്ക്രിപ്റ്റുകളൊക്കെ ഒരുപാട് എഴുതും. പക്ഷേ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് എടുക്കില്ല. കുറേ എഴുതി കൂട്ടും, അതവിടെ വെക്കും. പിന്നെ സ്കൂളിലൊക്കെ 1-2 സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനാകെ മോട്ടീവ് ചെയ്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അതങ്ങോട്ട് ആ കഴിവിനെ പുറത്തെടുക്കാൻ പറഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിളിനൊന്ന് സെറ്റാക്കി എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. തുരുമ്പ് പിടിച്ച് ആകെ നാശമാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാൾപേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ടേബിൾസ് മാത്രമല്ല, ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മേലെയല്ലേ വാതിലുകൾ, കസേരകൾ, കിച്ചണിൻ്റെ സ്ലാബ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു വാൾപേപ്പർ വെച്ചിട്ട് സെറ്റാക്കാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഈ ഒരു ടേബിൾ സെറ്റാക്കി എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടേബിൾ മൊത്തം അങ്ങോട്ട് സുന്ദര കുട്ടപ്പനാക്കി എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഈ ഒരു ടേബിൾ കാണുമ്പോൾ ഒന്നും കൂടെ ഒന്ന് എഴുതാനിരിക്കാനൊക്കെ ആൾക്കൊന്ന് തോന്നും. തുരുമ്പിടിച്ചവിടെ മുക്കിലിരുന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നലും വരില്ല നമുക്ക്. ഇനി എന്തായാലും ആ കസേര കിട്ടിയിരുന്ന് ഒന്നും കൂടെ ആളുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുക്കട്ടെ. എന്തായാലും ഞാനിതിൻ്റെ ലിങ്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ കൊടുക്കാം. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യൂ. ഇത് നമുക്ക് വെള്ളം തട്ടിയാലൊന്നും കുഴപ്പമില്ല.